ഇയാൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചു. അവിടെയാണ് പോയിന്റ്. ഇയാൾക്കുണ്ടായിരുന്ന 2 പശുവിനെ വിറ്റു, 10-20 കോഴി ഉണ്ടായിരുന്നു, അത് വിറ്റു. അങ്ങനെ ഉണ്ടായിരുന്നതെല്ലാം വിറ്റിട്ട്, ഇതിനെയാണ് പ്രിയപ്പെട്ടവരെ ആത്മപരിത്യാഗമെന്ന്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതിനെയെല്ലാം കണ്ണും പൂട്ടി ഞാൻ അങ്ങോട്ട് വേണ്ടാന്ന് വെക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ മലക്കുള്ള പറമ്പ് മേടിക്കും. അത് മേടിച്ച് അയാൾ അത് സ്വന്തമാക്കിയതിന് ശേഷം അയാൾ ആ നിധി സ്വന്തമാക്കി. ഇതാണ് കഥ. കുറച്ചുകൂടി നീട്ടി വേണമെങ്കിൽ പറയാം, ഇത്രയും മതി, കാര്യം പിടിയിട്ടില്ലേ. ഇയാൾക്ക് ഇതിനെയാണ് നമ്മുടെ ചില സന്തോഷങ്ങൾ ആരെ വാങ്ങിക്കുന്നതിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നു. ഈശോയെ നേടുന്നതിന് വേണ്ടി, ഈശോയാകുന്ന നിധി സ്വന്തമാക്കുന്നതിന് വേണ്ടി